ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ആദ്യഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. ഭരണഘടന റദ്ദാക്കാൻ കഴിയില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ നുണ പ്രചരിപ്പിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമ്പന്നരായ വ്യവസായികൾക്ക് വേണ്ടിയാണ് NDA സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ഉന്നത കമാൻഡർമാരെ കൊലപ്പെടുത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ. ഇന്ന് ജാലിയൻ വാലാബാഗ് ദിനം. ജീവത്യാഗം ചെയ്ത സ്വാതന്ത്ര്യസമര സേനാനികളുടെ സ്മരണയിൽ രാജ്യം. തൃശൂർ പൂരത്തിന് ഇന്ന് കൊടിയേറും. പൂരം ഈ മാസം 19-ന്. ISL ഫുട്ബോളിൽ അവസാന ലീഗ് മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം. IPL ക്രിക്കറ്റിൽ ഡൽഹി ലക്നൌവിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഇന്നും നാളെയുമായി രാജ്യമെമ്പാടും നടക്കുന്ന വിളവെടുപ്പ് ആഘോഷങ്ങൾക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ആശംസ അറിയിച്ചു. രാജ്യത്തുടനീളമുള്ള കർഷകരുടെ കഠിനാധ്വാനത്തിന് രാഷ്ട്രപതി തന്റെ സന്ദേശത്തിൽ നന്ദി രേഖപ്പെടുത്തി. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറും ആശംസ അറിയിച്ചു. രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ ഉദാഹരണമായി തനതായ പേരുകളും പാരമ്പര്യങ്ങളുമാണ് ഈ ഉത്സവങ്ങളിലൂടെ രാജ്യത്തുടനീളം ആഘോഷിക്കപ്പെടുന്നതെന്ന് അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. ആദ്യഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. ഒരു കാരണവശാലും ഭരണഘടന റദ്ദാക്കാൻ കഴിയില്ലെന്നും ഭരണഘടനയുടെ പേരിൽ പ്രതിപക്ഷ പാർട്ടികൾ നുണകൾ ചമയ്ക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജസ്ഥാനിലെ ബാർമറിൽ BJP തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. വിശദാംശങ്ങൾ. NDA ഭരണകാലത്താണ് ഭരണഘടനാ ദിനം ആചരിക്കാൻ ആരംഭിച്ചതെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. പൊതുതെരഞ്ഞെടുപ്പിൽ ബാബാസാഹിബ് അംബേദ്കറെ പരാജയപ്പെടുത്തിയ പാർട്ടിയാണ് കോൺഗ്രസ് എന്നും അദ്ദേഹത്തിന് ഭാരതരത്ന പുരസ്കാരം നൽകി ആദരിക്കാൻ തയ്യാറായില്ലെന്നും ശ്രീ മോദി ആരോപിച്ചു. ദൌസയിൽ നടന്ന റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുത്തു. ചില സമ്പന്നരായ വ്യവസായികൾക്ക് വേണ്ടിയാണ് NDA സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു. തിരുനെൽവേലിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെക്കൻ തമിഴ്നാട്ടിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ റാലിയിൽ സന്നിഹിതരായിരുന്നു. ED, CBI, IT എന്നിവരെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളെ BJP ഭീഷണിപ്പെടുത്തുകയാണെന്ന് ശ്രീ രാഹുൽ കുറ്റപ്പെടുത്തി. കോയമ്പത്തൂരിൽ നടന്ന പ്രചരണത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പങ്കെടുത്തു. പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടം രണ്ടാം സ്വാതന്ത്ര്യ സമരമാണെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാർ വ്യവസായികൾക്കുള്ള വൻകിട വായ്പകൾ എഴുതിത്തള്ളി അഴിമതി നിയമവിധേയമാക്കിയെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. DMK-യെയും AIDMK-യെയും തമിഴ്നാട്ടിൽ നിന്ന് പുറത്താക്കാൻ BJPയുടെ മുതിർന്ന നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ വോട്ടർമാരോട് ആഹ്വാനം ചെയ്തു. മധുരയിൽ നടന്ന റോഡ് ഷോയിൽ പങ്കെടുത്ത അദ്ദേഹം വികസനമാണ് ശ്രീ മോദിയുടെ ലക്ഷ്യമെന്ന് വ്യക്തമാക്കി. തമിഴ് ഭാഷയെ ആഗോളതലത്തിൽ പ്രോത്സാഹിപ്പിക്കാനാണ് BJP ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സജീവം. NDAയുടെ പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ എത്തും. തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലും തൃശൂരിൽ കുന്നംകുളത്തും നടക്കുന്ന പൊതുസമ്മേളനങ്ങളിൽ അദ്ദേഹം സംസാരിക്കും. വയനാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തും. കൊല്ലം ലോക്സഭ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ജിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വ്യാഴാഴ്ച കേരളത്തിലെത്തും. ഉന്നത കമാൻഡർമാരെ കൊലപ്പെടുത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. ഇറാന്റെ ശ്രമം വിജയിക്കില്ലെന്നും ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണെന്നും ബൈഡൻ പറഞ്ഞു. അതേസമയം ലബനനിൽ നിന്ന് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് ഡസൻ കണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ ഇന്ത്യക്കാർ ഇറാനിലേക്കോ ഇസ്രായേലിലേക്കോ യാത്ര ചെയ്യരുതെന്ന് വിദേശകാര്യ മന്ത്രാലയം. മേഖലയിലെ സവിശേഷ സാഹചര്യം കണക്കിലെടുത്താണ് നിർദ്ദേശം. ഈ രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യൻ പൌരന്മാർ എംബസികളുമായി ബന്ധപ്പെടണമെന്നും രജിസ്റ്റർ ചെയ്യണമെന്നും മന്ത്രാലയം അറിയിച്ചു. സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാനും യാത്രകൾ കുറയ്ക്കാനും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ രാജ്നാഥ് സിംഗ് ഇന്നലെ ഉത്തരാഖണ്ഡിൽ 3 തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു. അയൽ രാജ്യങ്ങളുമായി സൌഹാർദ്ദപരമായ ബന്ധം വളർത്തിയെടുക്കാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത അദ്ദേഹം എടുത്തു പറഞ്ഞു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് മഹാരാഷ്ട്രയിലെ വിദർഭ മേഖലയിലെ ഭണ്ഡാര ഗോണ്ടിയ ലോക്സഭാ മണ്ഡലത്തിൽ മഹാവികാസ് അഘാഡി സ്ഥാനാർത്ഥി ഡോക്ടർ പ്രശാന്ത് യാദവ് റാവു പടോലയ്ക്കായി പ്രചാരണം നടത്തും. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നാളെ നാഗ്പൂരിൽ ചമ്പൽ ചൌക്കിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും. ആദ്യഘട്ടത്തിൽ വിദർഭയിലെ 5 ലോക്സഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കും. വായ്പാ പരിധിയിൽ നിന്ന് 3000 കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് മുൻകൂർ അനുമതി നൽകി കേന്ദ്ര സർക്കാർ. 5000 കോടി രൂപയായിരുന്നു സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത്.
മാസപ്പടി കേസിൽ CMRL MD അടക്കം 4 പേർ തിങ്കളാഴ്ച ഹാജരാകണമെന്ന് കാണിച്ച് ED നോട്ടീസ് നൽകി. ശശിധരൻ കർത്തയ്ക്ക് പുറമെ കമ്പനി ചീഫ് ഫിനാൻസ് ഓഫീസർ KS സുരേഷ് കുമാർ, മാനേജർ NC ചന്ദ്രശേഖരൻ, സീനിയർ IT ഓഫീസർ അഞ്ജു എന്നിവരാണ് ഹാജരാകേണ്ടത്. CMRL കമ്പനിയും ശ്രീമതി വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയും തമ്മിലുണ്ടാക്കിയ സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ ഹാജരാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം സംബന്ധിച്ച കേസ് അന്വേഷിക്കുന്ന CBI സംഘം ഇന്ന് വയനാട്ടിലെത്തും. ഫോറൻസിക് സംഘം അടക്കമുള്ളവരാണ് ഇന്ന് പൂക്കോട് സന്ദർശിക്കുന്നത്. സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയവരെല്ലാം ഇന്ന് ഹാജരാകണമെന്ന് CBI നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാകും തുടർ അന്വേഷണം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ അധ്യായമെന്ന് ചരിത്രം അടയാളപ്പെടുത്തുന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നിട്ട് ഇന്ന് 105 വർഷം പിന്നിടുന്നു. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ക്രൂരമായ നരവേട്ടകളിലൊന്നാണ് 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗിൽ ബ്രിട്ടീഷ് സൈന്യം നടത്തിയത്. ഒരു റിപ്പോർട്ട്. 1919 മാർച്ചിൽ ബ്രിട്ടീഷ് ഭരണകൂടം പാസാക്കിയ റൌലറ്റ് എന്ന കരിനിയമത്തിനെതിരായ പ്രതിഷേധമാണ് ജാലിയൻ വാലാബാഗിൽ കിരാതമായ നടപടിയിലേക്ക് നയിച്ചത്. വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ തുറങ്കിലടയ്ക്കാനും അനുവദിക്കുന്ന റൌലറ്റ് നിയമം പിൻവലിക്കും വരെ പോരാടുമെന്ന് പ്രഖ്യാപിച്ച് ഇന്ത്യൻ ജനത രാജ്യവ്യാപകമായി പ്രക്ഷോഭം ആരംഭിച്ചു. പ്രതിഷേധത്തിനിടെ അറസ്റ്റിലായ നേതാക്കളെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃത്സറിൽ ആയിരങ്ങൾ ചേർന്ന് യോഗം സംഘടിപ്പിച്ചു. യോഗം തുടങ്ങി 1 മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും സൈനിക കമാൻഡർ ജനറൽ റെജിനാൽ എഡ്വേർഡ് ഹാരി ഡയറിന്റെ നേതൃത്വത്തിൽ സൈന്യം ജാലിയൻ വാലാബാഗ് മൈതാനം വളഞ്ഞു. ജനക്കൂട്ടത്തിന് നേരെ ജനറൽ ഡയർ വെടിവെപ്പിന് ഉത്തരവിട്ടു. നിരായുധരായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വെടിവെപ്പിൽ മരിച്ചു വീണു. 379 പേർ മരിക്കുകയും 1100 പേർക്ക് ഗുരുതരമായി പരിക്കുപറ്റുകയും ചെയ്തുവെന്നാണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട്. എന്നാൽ 1800 പേർ കൊല്ലപ്പെട്ടെന്നാണ് അനൌദ്യോഗിക കണക്ക്. കരിനിയമമായ റൌലറ്റ് ആക്ട് പിന്നീട് 1922 ബ്രിട്ടീഷ് ഭരണകൂടം പിൻവലിച്ചു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് 2019 ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മെയ് ഖേദം പ്രകടിപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. തൃശൂർ പൂരത്തിന് ഇന്ന് കൊടിയേറും. തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും മറ്റ് 8 ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറ്റം ആഘോഷമായി നടത്തും. തിരുവമ്പാടി ക്ഷേത്രത്തിൽ പകൽ 11-നും 11:30-നും മധ്യേയും പാറമേക്കാവ് ക്ഷേത്രത്തിൽ 12-നുമാണ് കൊടിയേറ്റം. ബുധനാഴ്ച വൈകിട്ടാണ് സാമ്പിൾ വെടിക്കെട്ട്. 19-നാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം. വിഷുക്കണി ദർശനത്തിനൊരുങ്ങി ശബരിമല സന്നിധാനം. ഇന്ന് രാത്രി 9:30 അത്താഴപൂജയ്ക്ക് ശേഷം ശ്രീകോവിലിൽ ഓട്ടുരുളിയിൽ വിഷുക്കണി ഒരുക്കും. വിഷുദിനമായ നാളെ പുലർച്ചെ 4 മണി മുതൽ 7 മണി വരെയാണ് വിഷുക്കണി ദർശനം. കൊടും ചൂടിന് ആശ്വാസമായി കേരളത്തിൽ വേനൽ മഴ. ഇന്നലെ മെച്ചപ്പെട്ട മഴ ലഭിച്ചു. അടുത്ത ദിവസങ്ങളിലും മഴ പ്രതീക്ഷിക്കാമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മറ്റന്നാൾ വരെ മിക്ക ജില്ലകളിലും മഴ ലഭിക്കും. ഇന്ന് സംസ്ഥാനത്തെ 14 ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. നാളെ 11 ജില്ലകളിലും മറ്റന്നാൾ 7 ജില്ലകളിലും 16-ാം തീയതി 11 ജില്ലകളിലും മഴ സാധ്യതയുണ്ട്. കേരള തീരത്ത് മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ISL ഫുട്ബോൾ അവസാന ലീഗ് മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം. 1-3 ഗോളുകൾക്കാണ് ഹൈദരാബാദ് FCയെ ബ്ലാസ്റ്റേഴ്സ് കീഴടക്കിയത്. മുഹമ്മദ് ഐമൻ, സൈഡുക്കെ സഹായ്, നിഹാൽ സുധീഷ് എന്നിവരാണ് ബ്ലാസ്റ്റേഴ്സിനായി ലക്ഷ്യം കണ്ടത്. 22 മത്സരങ്ങളിൽ നിന്ന് 33 പോയിന്റുമായി ടേബിളിൽ 5ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ്. ഈ മാസം 19 മുതൽ പ്ലേ ഓഫ് എലിമിനേറ്റർ പോരാട്ടം തുടങ്ങും. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൌവിനെതിരെ ഡൽഹിക്ക് 6 വിക്കറ്റ് ജയം. 168 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഡൽഹി 4 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു. ഇന്ന് രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ചണ്ഡീഗഡിലാണ് മത്സരം. 5 കളികളിൽ നിന്ന് 8 പോയിന്റുകളുമായി രാജസ്ഥാൻ റോയൽസ് പോയിന്റ് പട്ടികയിൽ ഒന്നാമതാണ്. 2024 മാർച്ച് മാസത്തിൽ ചില്ലറ വിലയെ അടിസ്ഥാനമാക്കിയ രാജ്യത്തെ ഉപഭോക്തൃ പണപ്പെരുപ്പം 4.86% കുറഞ്ഞു. 5 മാസത്തിനിടയിലെ കുറഞ്ഞ നിരക്കാണിത്. ഭക്ഷ്യവസ്തുക്കളുടെ വിലയിലുണ്ടായ കുറവാണ് പണപ്പെരുപ്പം കുറയാൻ സഹായമായതെന്ന് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം വ്യക്തമാക്കി. കോട്ടപ്പടി പ്ലാച്ചേരിയിൽ കിണറ്റിൽ വീണ കാട്ടുകൊമ്പനെ 16 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിലൂടെ കരകയറ്റി കാട്ടിലേക്ക് വിട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ആദ്യഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. ഭരണഘടന റദ്ദാക്കാൻ കഴിയില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ നുണ പ്രചരിപ്പിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമ്പന്നരായ വ്യവസായികൾക്ക് വേണ്ടിയാണ് NDA സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ഉന്നത കമാൻഡർമാരെ കൊലപ്പെടുത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചേക്കുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ. ഇന്ന് ജാലിയൻ വാലാബാഗ് ദിനം. ജീവത്യാഗം ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മരണയിൽ രാജ്യം. തൃശൂർ പൂരത്തിന് ഇന്ന് കൊടിയേറും. പൂരം ഈ മാസം 19-ന്. ISL ഫുട്ബോളിൽ അവസാന ലീഗ് മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം. IPL ക്രിക്കറ്റിൽ ഡൽഹി ലക്നൌവിനെ തോൽപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30-ന്.